ബീർ റൗഹ. അതെ, ബീർ റൗഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു മുസ്തലഖ് യുദ്ധം, അബവ യുദ്ധം, ബദർ യുദ്ധം, സുൽഹുദൈബിയയുടെ യാത്ര, അതുപോലെ തന്നെ ഉംറത്തുൽ ഖദാഇന്റെ യാത്ര, ഹജ്ജത്തുൽ വിദാഇന്റെ യാത്ര, ഫത്തഹ് മക്കയുടെ യാത്ര, ഈ യാത്രകളെല്ലാം തന്നെയും തങ്ങൾ പോകുമ്പോഴും തിരിച്ചു വരുന്ന സന്ദർഭങ്ങളിലും ഇറങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്ന കിണറാണ്. ബദർ യുദ്ധത്തിന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോൾ 15-ാം രാവിന് തങ്ങൾ ഇവിടെ എത്തിയെന്നാണ് രേഖ. 15-ാം രാവ്, 15-ാം നോമ്പല്ല, 15-ാം രാവ്. നാളെ 15, ഇന്ന് 15-ാം രാവ്. 15-ാം രാവിന് തങ്ങൾ ഇവിടെ എത്തി. ഇവിടെ നിന്നാണ് തങ്ങൾ ബദറിലേക്ക് 15-ന് പുറപ്പെട്ടു പോകുന്നത്. 12-ന് മദീനയിൽ നിന്ന് പുറപ്പെട്ടു, 15-ാം രാവിന് ഇവിടെ എത്തി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയുണ്ടായി, എനിക്ക് മുന്നേ വന്നിട്ടുള്ള 70ഓളം പ്രവാചകന്മാർ ഈ കിണറിന്റെ അടുക്കൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തങ്ങൾ പറയുകയുണ്ടായി. മക്കത്തേക്ക് പോകുന്ന ഹജ്ജിന്റെ കാഫിലകൾ ഇതുവഴി യാത്ര ചെയ്യുകയും അവർ ഈ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുണ്ടായി. അതാണ് ബീർ റൗഹ എന്നറിയപ്പെടുന്ന ഈ കിണർ. ആ ഇറങ്ങിയ കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം വരെ ഉണ്ടായിട്ടുണ്ട് എന്നും ഹദീസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങുമായിരുന്നു. ഒരാവശ്യമില്ലെങ്കിലും ഇറങ്ങുമായിരുന്നു. അന്നേരം അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, തങ്ങൾ എന്തിനാണ് അവിടെ ഇറങ്ങുന്നത്? അന്നേരം പറഞ്ഞു, എൻ്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവഴി ഇവിടെ ഇറങ്ങുമായിരുന്നു എന്ന്, അതുകൊണ്ടാണ് ഞാനും ഇറങ്ങുന്നതെന്ന് പറയുമായിരുന്നു. ഇതാണ് ആ കിണർ. നമ്മുടെ മുന്നിൽ വരുന്ന ഈ കിണർ കണ്ടോ? ഈ കോട്ടന്റെ ഉള്ളിലാക്കിയവര് കണ്ടോ? ആ പൈപ്പ് ലൈൻ പോകുന്നുണ്ടോ? കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ ബോർഡ് ഒക്കെ വെച്ചേക്കുന്നുണ്ടോ? ബീർ റൗഹ. 5000-ഓളം വർഷം പഴക്കമുള്ള കിണറാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചിട്ട്. 5000 വർഷം. പണ്ട് ഹജ്ജിന് പോകുന്ന കാഫിലകൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങുമായിരുന്നു, ഉപയോഗിക്കുമായിരുന്നു. നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് ബീർ തലഅ, ബീർ അബ്ബാസ്, ബീർ ഷിഫ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു കിണറാണ്. ഈ കിണറിലെ വെള്ളം ഉപയോഗശൂന്യമായ വെള്ളമായി ആയിരുന്ന സന്ദർഭത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മദീന കലർത്തിയപ്പോൾ ആ വെള്ളം ശുദ്ധമായി തീർന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. രേഖാമൂലം എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ പണ്ട് മുതലേ മക്ക മദീന റോഡാണിത്. പണ്ട് മുതലേ സഹാബത്തിന് മുന്നേ തൊട്ടേ യാത്രക്കാരും കച്ചവട സംഘങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ഈ വഴി. ഉപയോഗിക്കാൻ സാധ്യതയുള്ള കിണർ കൂടിയാണ്. ഈ അടുത്ത കാലത്ത് സയൻസിന്റെ ഗവേഷണം നടക്കുകയും ആ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ കിണറിലെ വെള്ളം കല്ല് രോഗത്തിന് മരുന്നാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അതായത് മൂത്രത്തിക്കല്ലിന് മരുന്നാണെന്ന്, കിഡ്നി സ്റ്റോണിന് മരുന്നാണ് എന്ന് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. നിമിതങ്ങളുടെ ഉമദീന കലർത്തിയപ്പോൾ ശുദ്ധമായി തീർന്ന വെള്ളമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. രേഖാമൂലം കിതാബുപരമായിട്ടൊന്നും എങ്ങും കണ്ടിട്ടില്ല. ആളുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആളുകൾ പറഞ്ഞു വരുന്ന കൗലാണ്, അല്ലാതെ എന്തില്ല, തെളിവുകൾ എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അടുത്ത സമയത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഇത് കല്ല് രോഗത്തിന് മരുന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വെള്ളം. ഇനി 2-ാം വർഷമാണ് ബദർ യുദ്ധം. ഈ ബദർ യുദ്ധത്തിനൊരു പശ്ചാത്തലമുണ്ട്, ഇത് നടക്കാനുള്ളൊരു പശ്ചാത്തലം. എന്തായിരിക്കാം ആ പശ്ചാത്തലം? ഒരു കാരണമുണ്ടല്ലോ. അതെ, ഒന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാല് സഹാബത്ത് മക്കത്ത് നിന്ന് ഹിജ്റ ചെയ്തല്ലോ. ഈ ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തില് സഹാബത്തിന് സമ്പത്തുകളെല്ലാം തന്നെയും മക്കക്കാർ പിടിച്ചെടുത്തിരുന്നു. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ പല സഹാബത്തിന് സമ്പത്തുകളെല്ലാം അവരുടെ കയ്യിലായിട്ടുണ്ട്. ദീനിനെ ഉദ്ദേശിച്ച് മാത്രം അവരോട് ഹിജ്റ ചെയ്യല്ലേ. ഈ സമ്പത്തുകളെല്ലാം കൂട്ടി, മക്കക്കാരുടെ സമ്പത്തുകളെയും കൂട്ടിയിട്ട് അബൂ സുഫിയാൻ എങ്ങോട്ട് പോകുന്നുണ്ട്? കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോകുന്നുണ്ട്. ഈ സിറിയയിലേക്ക് പോകുന്ന ആളുകളുടെ പോയി തിരിച്ചു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും തങ്ങുന്ന സ്ഥലമാണ് ഇത് ബദർ എന്ന് പറയുന്ന ഈ സ്ഥലം. ബദർ നാടിന്റെ പേരാ. അവിടെ ഒരു വ്യക്തിയുടെ പേരായിരുന്നെന്നും ഒരു കിണറിന്റെ പേരായിരുന്നെന്നും ഒക്കെ ഈ റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ. അന്നേരം നബി തങ്ങൾ സല്ലല്ലാഹു യഥാർത്ഥത്തിൽ കച്ചവടത്തിന് പോകുന്ന തെറ്റല്ല, കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്ന തെറ്റല്ല. പക്ഷെ അവർ ലക്ഷ്യം തെറ്റായിരുന്നു. എന്തായിരുന്നു? തിരിച്ചു വന്ന് ഭീമമായ സമ്പത്ത്, പ്രോഫിറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് വന്നതിന് ശേഷം
ഒരു സൈന്യത്തെ തയ്യാറാക്കിയിട്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സഹാബത്തിനെയും നിബിധങ്ങളെയും ആക്രമിക്കണം. ഇതാണ് ഒരു ലക്ഷ്യം അവർക്കുള്ളത്. മദീനയിൽ വന്ന് ആക്രമണം നടത്തണം. ഇതാണ് അവരുടെ മദീനയിൽ ഇവർക്ക് ഇനിയും സമാധാനം കൊടുക്കരുത്. അന്നേരം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം എന്താ ഉദ്ദേശിച്ചത്? ഈ കച്ചവട സംഘത്തെ ഒന്ന് പിടിച്ച് അവരുടെ സമ്പത്തുകളിൽ നിന്ന് കുറച്ച് പിടിച്ചെടുത്ത് അവരുടെ ബലം ഒന്ന് കുറച്ച് അവരുടെ ശക്തി ഒന്ന് കുറച്ചിട്ട് ഈ ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനു വേണ്ടിയാണ് ഇത് ആലോചന നടത്തിയതും. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റു 2 സഹാബത്തിനെയും ഇവരെന്നാണ് തിരിച്ച് ബദർ വഴി കടന്നു പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി അയക്കുകയും ചെയ്തു. ഇവരിങ്ങനെ നടന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ 2 സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? വഴക്ക് കൂടുന്നുണ്ട്. ആ 2 സ്ത്രീകൾ എന്ത് പറയുന്നുണ്ട്? ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയുന്നുണ്ട്, നീ എൻ്റെ പൈസ കടം മേടിച്ചിട്ട് എന്താ തിരിച്ചു തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ മറ്റേ മേടിച്ച സ്ത്രീ പറയുന്നുണ്ട്, അബൂ സുഫിയാന് സംഘവും തിരിച്ച് മടക്ക യാത്രയിൽ എൻ്റെ വീട്ടിലാണ് താമസിക്കുക. അവർ ഇന്ന ദിവസം ഇവിടെ എത്തും. അവിടെ എത്തുന്ന സമയത്ത് താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പൈസ തരും. അന്നേരം നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഞാൻ എന്ത് ചെയ്തേക്കാം? വീട്ടിയേക്കാം. എന്നിട്ട് ഇവർക്ക് വിവരം കിട്ടിയല്ലോ എന്നാണ് ഇവിടെ എത്തുക എന്നുള്ളത്. അങ്ങനെ അവർ മടങ്ങി വന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം കൊടുത്തു. ഇവർ വരുന്ന കണക്കാക്കി തയ്യാറാക്കി സൈന്യത്തേക്ക് തയ്യാറാക്കി പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ വിവരം കിട്ടുന്നുണ്ട് അബൂ സുഫിയാൻ സംഘം മറ്റൊരു വഴിയിൽ കൂടി രക്ഷപ്പെട്ട് മക്കത്തേക്ക് പോയി കഴിഞ്ഞു. അതിന് കാരണം എന്തായിരുന്നു? ഈ വിവരം അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ തയ്യാറാകുന്നു എന്നുള്ള വിവരം അവർക്ക് കിട്ടി. ഒന്ന്. രണ്ടാമതായി പറയുന്നൊരു കാരണം, അബൂ സുഫിയാൻ സംഘം ഇങ്ങനെ കടന്നു വരുമ്പോൾ വഴിയിൽ അവർ യാദൃച്ഛികമായി ഒട്ടകത്തെ ഒന്നും അധികം കാണാൻ സാധിക്കാത്തൊരു വഴിയിൽ ഒട്ടകത്തിന്റെ ചാണകം കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഒട്ടകത്തിന്റെ ചാണകം എടുത്ത് അവർ മണപ്പിച്ച് നോക്കുമ്പോൾ ആ ഒട്ടകം കഴിച്ചിരിക്കുന്ന ഈത്തപ്പഴം മദീനയുടെ ഈത്തപ്പഴമായിരുന്നുവെന്നും ആ മണപ്പിച്ച് നോക്കി അത് മനസ്സിലാക്കുകയും എന്തോ അപകടം മണക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെന്ത് ചെയ്തത്? വഴിമാറി സഞ്ചരിച്ചതെന്ന്. ഈ വഴിമാറിയ സ്ഥലത്തെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളും ദുൽ ഉഷൈറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ന് അഭിപ്രായമുണ്ട്. അതായത് യാമ്പു എന്ന് വരുന്ന ആ റോഡ് വരുമ്പോൾ ഉള്ള ഭാഗമാണ് എന്ത് ദുൽ ഉഷൈറ എന്ന് പറയുന്ന സ്ഥലം. ഇതിനെ ബദൽ ടച്ച് ചെയ്യാതെ തന്നെ അവരെന്ത് ചെയ്തു? മക്കത്തേക്ക് പെട്ടെന്ന് കടന്നു കളഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ കച്ചവട സംഘമാണല്ലോ. ഒരുപാട് സമ്പത്തുകൾ 2 ലക്ഷത്തോളം അഷ്റഫി ദീനാർ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പല അഭിപ്രായങ്ങളുണ്ട്. പിന്നെ 400 കിലോ സ്വർണ്ണമെന്നും 200 കിലോ സ്വർണ്ണമെന്നും 800 കിലോ സ്വർണ്ണമെന്നും പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഭീമമായ സമ്പത്തുകളും സമ്പാദിച്ചുകൊണ്ടാണ്, പ്രോഫിറ്റും സമ്പാദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ മടങ്ങി പോകുന്നത്. അന്നേരം എന്ത് ചെയ്തു? ഈ കച്ചവട സാധനങ്ങളെയും ചുമന്നു കൊണ്ടുപോകുന്ന ഒട്ടകങ്ങൾ വളരെ സ്പീഡ് കുറച്ചല്ലേ യാത്ര ചെയ്യുള്ളൂ. അന്നേരം എന്ത് ചെയ്തു? ലംലം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അബൂ സുഫിയാൻ എങ്ങോട്ട് അയച്ചു? മക്കത്തേക്ക് അയച്ചു, മക്കാർക്ക് വിവരം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ലംലം മക്കത്തെത്തി മക്കാരെ വിവരം അറിയിച്ചു. ഒട്ടകത്തിന് ചെവിയെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വൈലക്കിയ ഖുറൈശ് സമൂഹമേ, നിങ്ങൾക്ക് നാശം, നിങ്ങളുടെ സമ്പത്തുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്തോളി, തയ്യാറായിക്കോളി, പുറപ്പെട്ടോളി. ഇടയിലൂടെ ഒരു കാര്യം പറയാൻ നമ്മുടെ മുന്നിൽ വരുന്നത് 1000ഓളം വർഷം പഴക്കമുള്ള ഒരു പണ്ട് കാലങ്ങളിൽ ജനങ്ങൾ വസിച്ചിരുന്ന വീടുകളാണ്. പഴക്കം ചേർന്ന ഒരേ വീടുകളാണ്. മലമുകൾ വരെ വീടുകളാണ് ഈ കാണുന്നത്. വലത് സൈഡിലും ഇടത് സൈഡിലും ഉണ്ട് വീടുകളൊന്നും കാണുന്നുണ്ടോ? ഇതുണ്ടോ? അതിൽ പള്ളി ഒരു പുതുക്കി പണിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളത് പുനർനിർമ്മാണം നടക്കുമെന്ന് പറയുന്നുണ്ട്. മിളോട്ടെ വീടുകളെ മൊത്തം വലിയൊരു ഗ്രാമം പോലെ ഒരുപാട് സ്ഥലത്ത് അപ്പുറത്തേക്കുണ്ട്. അപ്പൊ അതുക്കളൊന്നും പറയാനില്ല. എത്ര ബുദ്ധിയുണ്ട്. അങ്ങനെ ലംലമ് വിവരം കൊടുത്തതനുസരിച്ചുകൊണ്ട് മക്കാരെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ സൈന്യത്തെ തയ്യാറാക്കി. അവര് പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ അബൂ സുഫിയാനും സംഘവും കച്ചവട സംഘവും എങ്ങോട്ട് എത്തിച്ചേർന്നു? മക്കത്തേക്ക് എത്തിച്ചേർന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഇനി നമുക്ക് യുദ്ധത്തിനൊന്നും പോകണ്ട. കാരണം നമ്മുടെ സമ്പത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ പറ്റി പറഞ്ഞത്. പക്ഷെ സമ്പത്തുകളൊക്കെ ഇനി കിട്ടിയല്ലോ. പക്ഷേ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്തിനെ പോലുള്ള വലീദിനെ പോലുള്ള കിങ്കരന്മാർ അതിന് സന്നദ്ധരായിരുന്നില്ല. അവരെന്ത് ചെയ്തു?
അവര് പറഞ്ഞു ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംഘത്തെയും ഇങ്ങനെ വിട്ടാൽ പറ്റൂല, നമ്മളിപ്പം അവരെ ഒരു പാഠം പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ സിറിയയിലേക്കുള്ള കച്ചവടത്തിന്റെ വഴി ബ്ലോക്കായി പോകും. കച്ചവടത്തിന് പോകുന്നത് സിറിയയിലേക്കാണല്ലോ. ഇവരെ ഇപ്പം നമ്മളൊരു പാഠം പഠിപ്പിച്ചില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സിറിയയിലേക്ക് കച്ചവടത്തിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പോയേ പറ്റൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, അവരവിടുന്ന് പുറപ്പെട്ടു. ഈ പുറപ്പെട്ട സംഘത്തില് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പയാണ്. അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അദ്ദേഹം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അബുൽ ആസിം റബീഅ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ആ സമയത്ത് ഇവരെല്ലാം ശത്രുപക്ഷത്താണ് ഉള്ളത്. അങ്ങനെ 1000-ഓളം അടങ്ങുന്ന സംഘം, 1000-ഓളം അടങ്ങുന്ന സംഘമാണ് എന്ത് ചെയ്തത്, ഉഹദിൽ ബദറിലേക്ക് പുറപ്പെട്ടു വന്നത്. അവർക്ക് 700-ഓളം ഒട്ടകമുണ്ടായിരുന്നു എന്നാണ്. എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? 700-ഓളം ഒട്ടകങ്ങളുണ്ടായിരുന്നു. അതേപോലെ കുതിരയോ 100 കുതിരയെന്നും 200 കുതിരയെന്നും വരുന്നുണ്ട് അവരുടെ കുതിരയുടെ എണ്ണം. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സ്ത്രീകള്, അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സ്ത്രീകള്, കള്ള്, എല്ലാവിധ സംവിധാനത്തോടു കൂടിയുമാണ് പാട്ട് പാടുന്നവര്. അവരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടാൻ വേണ്ടിയുള്ള സ്ത്രീകള്, ആണുങ്ങള്, എല്ലാ സംവിധാനത്തോടു കൂടിയുമാണ് മക്കക്കാര് വന്നത്. അങ്ങനെ അവരവിടുന്ന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് പെട്ടെന്ന് ഏലാൻ ചെയ്തു. സഹാബത്തെല്ലാം ഒരുമിച്ച് കൂടി പെട്ടെന്ന് തന്നെ മദീനത്തു നിന്നും സഹാബത്ത് പുറപ്പെട്ടു. അതില് 89-90-ഓളം മുഹാജിരികൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 കണക്കുകളൊക്കെ വ്യത്യാസത്തിൽ വരുന്നുണ്ട്. എന്തായിരുന്നാലും ഏകദേശം 90-ഓളം മുഹാജിരികൾ ഉണ്ടായിരുന്നു. 160-ന്റെയും 170-ന്റെയും ഇടയില് ആരുണ്ടായിരുന്നു? ഖസ്റജ് ഗോത്രക്കാരുണ്ടായിരുന്നു. ഖസ്റജ് ഗോത്രക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ 90-ന്റെയും പിന്നെ 100-ന്റെ ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആര് വരുന്നത്? 89-ന്നും 90-ന്നും 70-നും പല കണക്കൊണ്ട് ബാക്കിയുള്ളവരാണ് ഔസ് ഗോത്രക്കാരുണ്ടായിരുന്നു. സഹാബത്തിന് എണ്ണത്തിന്റെ വിഷയത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് മൊത്തത്തിൽ 364 സഹാബത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എത്രയാണ്? 364. അതിൽ പ്രായം കുറഞ്ഞവരെയും മാറ്റി നിർത്തിയവരെയും അത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരെയും മടക്കി അയച്ചവരെയൊക്കെ കുറച്ചു കഴിഞ്ഞാൽ 314 സഹാബത്തുകൾ പുറപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. നമ്മൾ പൊതുവെ പറയാറ് 313 സഹാബത്താണ്. അതിൽ 319, 321 ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ടെന്ന് അർത്ഥം. എന്തായിരുന്നാലും സഹാബത്ത് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അംഗബലം കുറവാണ്, ആയുധബലം കുറവാണ്. 70 ഒട്ടകങ്ങളാണ് സഹാബത്ത്. എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? 70 ഒട്ടകം. എത്ര കുതിര ഉണ്ടായിരുന്നു? 2 കുതിരകളുണ്ടായിരുന്നു. ഒന്ന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനാണ് കുതിര. അസ്മാ ബി റളിയല്ലാഹു അൻഹ ഭർത്താവില്ലേ, അവർക്കാണ് ഒരു കുതിര ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്ത് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾ സിയാറത്തിന് പോയി മദീനത്ത് വെച്ച് കണ്ടായിരുന്നോ? റെയിൽവേ സ്റ്റേഷൻ കണ്ടായിരുന്നോ? അവിടെ ആ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം എന്താ പറഞ്ഞെന്ന്? തുർക്കിയിലേക്കുള്ള റെയിൽവേ ആണ്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടമായിരുന്നു. അതിന്റെ ഉള്ളിൽ മസ്ജിദ് സുഖിയ കണ്ടായിരുന്നു. മസ്ജിദ് സുഖിയ കണ്ടില്ലേ? അതെ, തുർക്കിക്കാരുണ്ടാക്കിയ പള്ളി. അതിന്റെ പുറത്ത് ഭാഗത്ത് ഈ കോമ്പൗണ്ടിനകത്തൊരു ചെറിയ പള്ളി കണ്ടില്ലായിരുന്നു? ശ്രദ്ധിച്ചില്ല. അതാണ് മസ്ജിദ് സുഖിയ. അവിടുന്നാണ് നബിതങ്ങൾ സഹാബത്തിനെയും കൂട്ടി പുറപ്പെടുന്നത്. അവിടുന്നാണ് തങ്ങൾ ദുആ ചെയ്തത് മദീനയ്ക്ക് വേണ്ടി. അല്ലാഹു ബാരിക് ലനാ ഫി മദീനത്തിനാ ഫി മുദ്ദിനാ വസാഇനാ വതിമാരിനാ എന്ന് തുടങ്ങുന്ന ദുആ തങ്ങൾ അവിടുന്ന് ചെയ്തത് അവിടുന്നാണ്. മക്കയ്ക്ക് എത്ര ബർക്കത്ത് ചെയ്തോ അതിന്റെ ഇരട്ടി ബർക്കത്ത് ചെയ്യണേന്ന് അവിടുന്ന് ദുആ ചെയ്തു. ബർക്കത്തിന് മക്ക. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു? തങ്ങൾ സഹാബത്തുമായി യുദ്ധ വിജയത്തിന് വേണ്ടി ദുആ ചെയ്തു. അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ഇവിടുന്ന് തങ്ങൾ സഹാബത്തും എന്ത് ചെയ്തു? ബദറിലേക്ക് പുറപ്പെട്ടു. റമദാൻ 12-നാണ് അവിടുന്ന് പുറപ്പെട്ടത്. എന്നാ പുറപ്പെട്ടത്? റമദാൻ 12. അങ്ങനെ പുറപ്പെട്ട് തങ്ങളും സഹാബത്തും നമ്മളിപ്പം കണ്ട പള്ളിയും അതുപോലെ കണ്ടില്ലേ ബീർ റൗഹ, മസ്ജിദ് റൗഹ, ബീർ റൗഹയിലടുത്ത് എന്നെത്തി 15-ാം രാവിനെത്തി. ഇവിടെ നിന്ന് തങ്ങളും സഹാബത്ത് യാത്ര പുറപ്പെട്ടു. 16-ാം രാവിന് ബീർ ദഫ്രാൻ എന്ന് പറയുന്ന കിടന്നെടുക്കുന്നത്. എവിടെത്തി? ബീർ ദഫ്രാനിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും തയ്യാറല്ലേ, യുദ്ധത്തിനായിട്ട് തയ്യാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ മുഹാജിരികളായ സഹാബത്ത് പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ ഒരിക്കലും ബനി ഇസ്രായേൽ പറഞ്ഞതുപോലെ തങ്ങളോട് പറയത്തില്ല. ബനി ഇസ്രായേൽ എന്താ പറഞ്ഞ?
എന്റെ അള്ളാഹുന്ന് യുദ്ധം ചെയ്തു ആ നീ നിന്റെ അള്ളാഹുടെ യുദ്ധം ചെയ്ത് ഞങ്ങൾ